80:20 എന്ന റേഷ്യോ ആണ് ഒരു പഠനം. എന്താണ് 80:20? 80% ആൽക്കലൈൻ ഫോമിംഗ് ഫുഡും 20% ആസിഡ് ഫോമിംഗ് ഫുഡും മാത്രമേ നമ്മൾ ഉദരത്തിലേക്ക് കടത്തിവിടാൻ പാടുള്ളൂ. 80:20 എന്ന അനുപാതം. അല്ലാതെ വരുമ്പോഴാണ് ഉദരത്തിൽ പുണ്ണ്, വ്രണം ഉണ്ടാകുന്നത്. ഇതിന് അൾസർ എന്നാണ് വിളിക്കുക. ഇന്ന് ഒരുപാട് പേർക്ക് അൾസർ രോഗം ഉണ്ട്. അമിത ആസക്തി അസംതൃപ്തിയിലേക്ക് നയിക്കുകയും അത് ഉത്കണ്ഠകളും ആകുലതകളും വ്യാകുലതകളുമായിട്ട് പരിണമിച്ച് വിഷാദത്തിൽ കൊണ്ടെത്തിക്കും. അപ്പം ബന്ധനം, എന്തിനോടും ആകർഷണീയത, ഭൗതികത, മെറ്റീരിയലിസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദരാഗ്നിയുടെ സന്തുലിത അവസ്ഥ നിലനിർത്താൻ സാധ്യമല്ല. പിന്നെ ഭക്ഷണക്രമം തെറ്റിയതും അനുപാതം ശരിയായിട്ടുള്ള ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ രീതികളും അസുഖങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഏതായാലും ആകാശത്തിൻ്റെ, കൊടുങ്കാറ്റിൻ്റെ, ഇടിമിന്നലിൻ്റെ, പുഴയുടെ ഒഴുക്കിൻ്റെ ദേവനായിട്ട് ഉള്ള ഇന്ദ്രദേവൻ, ഇന്ദ്രൻ, ലോർഡ് ഇന്ദ്ര, അങ്ങേര് ഈ ആസക്തിയുടെ ആളാണല്ലോ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ആസക്തി കൊണ്ട് ഒരു ശാപം കിട്ടിയപ്പോൾ 1000 കണ്ണുള്ള മയിലായിട്ട് ജനിച്ചു. അങ്ങനെ മാറേണ്ടി വന്നു. മയിലായിട്ട്, 1000 കണ്ണുകളുള്ള മയിലായിട്ട്, പീകോക്ക്. പിന്നീട് മഹാവിഷ്ണു ആണല്ലോ ആ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുക്തി കൊടുത്തായിട്ടൊരു കഥയുണ്ട്, പുരാണ കഥ. മറ്റൊരു പുരാണ കഥയിൽ രാവണനുണ്ടല്ലോ, ലങ്കാധിപതി രാവണനുമായിട്ട് ഇന്ദ്രദേവൻ ഒരു യുദ്ധം നടത്തി. അപ്പോൾ രാവണന് ജയിക്കാൻ പറ്റാതെ രാവണനിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരു മയിലിൻ്റെ ചിറകിൽ ഇന്ദ്രദേവൻ ഒളിച്ചിരുന്ന എന്നൊരു കഥയുണ്ട്. തുടർന്ന് ഈ മയിലിനൊരു അനുഗ്രഹം കൊടുത്തു. 1000 കണ്ണുകൾ ഉള്ള ചിറകും, ഇഴജന്തുക്കളെ ഒരിക്കലും ഭയം ആവശ്യമില്ല, ഭയത്തിൽ നിന്ന് മുക്തി നേടാം എന്ന അനുഗ്രഹം കൂടി ഈ മയിലിനെ കൊടുത്തല്ലോ. ഏതായാലും മയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുരുകൻ്റെ വാഹനമായിട്ടും സരസ്വതീ ദേവി മഹാലക്ഷ്മിയായി ബന്ധപ്പെട്ടും മയിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മതവിശ്വാസത്തിലും ബുദ്ധമതത്തിലും ജൈനിസത്തിലും ഒക്കെ മയിലിന് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മയിൽപ്പീലി ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് ബുദ്ധമത സന്യാസികൾ മയിൽപ്പീലി കൊണ്ട് തട്ടി അവിടുത്തെ നെഗറ്റീവ്സ് ഇല്ലാതെ ആക്കും. മാത്രമല്ല മയിൽപ്പീലി അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഭൗതികതയിൽ ആകൃഷ്ടരാകരുത്, മെറ്റീരിയൽ വേൾഡിൽ അവരെ അടിമപ്പെടാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ മയിൽപ്പീലി. അവരുടെ കയ്യിൽ മയിൽപ്പീലി ഉണ്ടാവും, ബുദ്ധമത സന്യാസികളുടെ കയ്യിൽ. ഈവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടത്തിൽ കണ്ടില്ലേ മയിൽപ്പീലി. അങ്ങനെ മയിൽ എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യമില്ലേ, നൃത്തം ചെയ്യുന്നത് മഴവില്ല് കണ്ടിട്ടാണ്. തന്നെ മതിമറന്നല്ലേ നൃത്തം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ശരീരം നശിക്കുന്നതാണ്. പ്രകൃതിയുടെ സൗന്ദര്യം എക്കാലം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. ഈ ശരീര സൗന്ദര്യം, ശാരീരിക നിലയിലുള്ള ആസക്തി ഒരു പ്രയോജനമില്ല, നിലനിർത്താൻ സാധ്യമല്ല. അതാണ് രോഗങ്ങൾക്ക് കാരണം. അപ്പോൾ ഇന്ന് ഹൈപ്പോകോൺട്രിയാസിസ്, രോഗഭീതി വളരെ കൂടി വരുവാണ് ആൾക്കാരുടെ ഇടയിൽ.
പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഏത് സമയവും എന്തും ക്ലിക്ക് ചെയ്യാമല്ലോ മൊബൈലിൽ. ഓരോ രോഗങ്ങളെക്കുറിച്ച് സ്വയം നിർണ്ണയിക്കുകയും അവർ ഡോക്ടർ ഷോപ്പിംഗ് സ്വയം തന്നെ രോഗങ്ങളെക്കുറിച്ച് അവർ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർക്ക് ആ രോഗമുണ്ട് ഈ രോഗമുണ്ട് എന്ന് ഭയപ്പെട്ട് നടക്കുകയും ചെയ്യുന്നൊരവസ്ഥ കൂടി വരികയാണ്. അപ്പോൾ ശരീരം എന്നത് വാഹനം മാത്രമാണ് നമ്മുടെ ഭൂമി ജീവിതത്തിൽ എന്ന് മൈല് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാതെ ശരീരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് എന്തിന് നിങ്ങൾ ഭൂമി ജീവിതം അസ്വസ്ഥമാക്കുന്നു എന്നാണ് മൈല് ചോദിക്കുന്നത് കേട്ടോ.